ഹലോ, ഇന്നത്തെ റെസിപ്പി ക്രിസ്മസ് സ്പെഷ്യലാണ്. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ നല്ല സോഫ്റ്റായ ഇടിയപ്പവും ചിക്കൻ കറിയുമാണ്. അപ്പോൾ ആദ്യം ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ഇടിയപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ല സോഫ്റ്റായ ഇടിയപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിനു വേണ്ടി അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്ത് അരിപ്പൊടി മിക്സ് ചെയ്യുക. അരിപ്പൊടി എടുക്കുമ്പോൾ ഒട്ടും തരിതരിപ്പില്ലാതെ നന്നായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് ഇതിനാവശ്യം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം ചേർക്കുമ്പോൾ നന്നായിട്ട് വെട്ടിത്തിളപ്പിച്ച വെള്ളം ചൂടോടെ തന്നെ വേണം അരിപ്പൊടി ചേർത്ത് കുഴച്ചെടുക്കാനായിട്ട്. ചൂടാറിയ വെള്ളത്തിൽ അരിപ്പൊടി കുഴച്ചെടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇടിയപ്പം സോഫ്റ്റായിട്ട് വരില്ല. ചൂടുവെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം പൊടി നനച്ചെടുക്കാനായിട്ട്. ഇനി ചൂടാറുന്നതിന് മുമ്പ് തന്നെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല ചൂടാണ്. പൊടി മുഴുവനായിട്ട് നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ ചെയ്യുന്ന എളുപ്പവഴി ആദ്യം ഇത് ചെറിയ ഉരുളകളായിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കും. ഇനി ഇത് ഓരോന്നും നന്നായിട്ട് കുഴച്ച് പൊടി സോഫ്റ്റ് ആക്കി എടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൈ ഒരുപാട് ആവിയോ അടിക്കില്ല. പൊടി നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാനും സാധിക്കും. ഇപ്പോൾ ഓരോ ഉരുളകളും നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇടിയപ്പം അച്ചിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കുക. അരിപ്പൊടി നന്നായിട്ട് സോഫ്റ്റ് ആയേക്കണ കൊണ്ടിട്ടാണ് ഇതേപോലെ സ്മൂത്തായിട്ട് വരണത്. അതല്ലെങ്കിൽ ഇടിയപ്പം അച്ചിൽ പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ മുറിഞ്ഞു വീഴും. ഇതിപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിത് ഇഡ്ഡലി പാത്രത്തിലാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിൻ്റെ കുക്കിംഗ് സമയം ആദ്യം ഇതിൽ നിന്ന് നന്നായിട്ട് സ്റ്റീം വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 8 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. ഇത് കുക്കായി വരാനായിട്ട് എല്ലാം കൂടി ഒരു 15 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പം നന്നായിട്ട് കറക്റ്റ് പാകത്തിന് സോഫ്റ്റായിട്ട്
കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിത് ചിക്കൻ കറിയാണ് ഇതിൻ്റെ സൈഡായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പി തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ കൂടുതൽ ലെങ്ത് ആവാതിരിക്കാനാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്